സങ്കടമോചന ഹനുമാൻ ക്ഷേത്രം വാരണസിയിലെ ഏറ്റവും പവിത്രവും പ്രശസ്തവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രം. ഭക്തരുടെ കഷ്ടപ്പാടുകൾ അകറ്റുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാൻ സങ്കടമോചനൻ എന്ന പേര് ലഭിച്ചത്. വാരാണസി നഗരത്തിന്റെ തെക്കുഭാഗത്തായി പ്രസിദ്ധമായ അസിഘട്ടിന് അടുത്തായിട്ടാണ്, അല്ലെങ്കിൽ അസി നദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദുർഗാ മന്ദിരത്തിനും ബനാറസ് ഹിന്ദു സർവകലാശാലയ്ക്കും ഇടയ്ക്കിലുള്ള റോഡിലാണ് ഇതിന്റെ സ്ഥാനം. 16-ാം നൂറ്റാണ്ടിൽ പ്രശസ്ത കവിയും ദാർശനികനുമായിരുന്ന ഗോസ്വാമി തുളസീദാസാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചതായി പറയുന്നത്. ഈ തുളസീദാസാണ് രാമചരിത മാനസത്തിന്റെ കർത്താവ്. ഇന്ന് നാം കാണുന്ന ക്ഷേത്രത്തിന്റെ ആധുനിക ഘടന 1900-ന്റെ തുടക്കത്തിൽ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപകനായ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവീയ ആണെന്ന് പറയപ്പെടുന്നു. തുളസീദാസിന് ഹനുമാൻ സ്വാമി നേരിട്ട് ദർശനം നൽകിയ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാമചരിത മാനസത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം രചിച്ചത് ഈ ക്ഷേത്ര പരിസരത്ത് ഇരുന്നാണെന്ന് പറയുന്നു. ശനിദോഷം അനുഭവിക്കുന്നവർ ഈ ക്ഷേത്രത്തിൽ വന്ന് ഹനുമാനെ വണങ്ങുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഹനുമാനെ ആരാധിക്കുന്നത് ചൊവ്വാഗ്രഹത്തിന്റെ ദോഷഫലങ്ങളെയും ഇല്ലാതാക്കുമെന്ന് പറയപ്പെടുന്നു. സങ്കടമോചന ഹനുമാൻ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഗോസ്വാമി തുളസീദാസുമായിട്ട് വളരെ ആഴത്തിൽ തന്നെ ബന്ധിക്കുന്നതാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഭഗവാൻ ശ്രീരാമന്റെ പരമഭക്തനായ തുളസീദാസ് വാരാണസിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഭഗവാൻ രാമനെ നേരിട്ട് കാണണമെന്ന വലിയ ആഗ്രഹമുണ്ടായി. ഇതിനായി അദ്ദേഹം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു. ഐതിഹ്യങ്ങൾ പ്രകാരം തുളസീദാസ് തൻ്റെ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞു മടങ്ങുമ്പോൾ ഒരു രൂപത്തെ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഹനുമാൻ സ്വാമിയെ കാണാനുള്ള വഴി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതായി പറയുന്നു. ഇതനുസരിച്ച് അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ വെച്ച് ഹനുമാൻ സ്വാമിയെ ദർശിക്കുന്നു. ഹനുമാൻ സ്വാമി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ പവിത്രമായ സ്ഥലമാണ് ഇപ്പോൾ സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രമായി അറിയപ്പെടുന്നത്. തൻ്റെ ജീവിതത്തിലെ ഭക്തരുടെ ജീവിതത്തിലെയും സകല കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാൻ ഹനുമാൻ സ്വാമിയോട് തുളസീദാസ് അപേക്ഷിച്ചതായി പറയുന്നു. ഭഗവാൻ അത് അംഗീകരിക്കുകയും ചെയ്തു. അതിനാൽ ഇവിടുത്തെ ഹനുമാനെ ആരാധിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും മാറുമെന്നാണ് വിശ്വാസം. സങ്കടം അഥവാ ദുഃഖം മോചനം നൽകുന്നവൻ, അല്ലെങ്കിൽ മോചിപ്പിക്കുന്നവൻ സങ്കടമോചൻ ഹനുമാൻ. ഇവിടുത്തെ ഹനുമാൻ വിഗ്രഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കല്ലിലല്ല, മറിച്ച് മണ്ണും പ്രത്യേക മിശ്രിതങ്ങളും ചേർത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വിഗ്രഹം തൻ്റെ ആരാധനാമൂർത്തിയായ ശ്രീരാമനെ നോക്കി നിൽക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന ഐതിഹ്യം ശനിദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് ഹനുമാൻ സ്വാമി ശനിദേവനെ തൻ്റെ വാലിൽ ബന്ധിപ്പിച്ചു എന്നൊരു കഥ പുരാണത്തിലുണ്ട്. ശനിദേവൻ പിന്നീട് മാപ്പ് ചോദിക്കുന്നതായി പറയുന്നു. അതിനാൽ സങ്കടമോചൻ ഹനുമാനെ വണങ്ങുന്നവരെ ശനിദോഷം ബാധിക്കില്ലെന്നൊരു വിശ്വാസമുണ്ട്. ജാതകത്തിൽ ശനി ചൊവ്വാ ദോഷങ്ങളുള്ളവർ പ്രധാനമായും ഇവിടെ ദർശനം നടത്താറുണ്ട്. സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ 5 മണി മുതൽ 10 മണി വരെയാണ് ദർശനം. രാത്രി 10 മണി വരെയാണ് ദർശനം ഉണ്ടാവാറുള്ളത്. ഇടവേളകളിൽ ഇടയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ ഇടവേളകൾക്കായിട്ട് ഇവിടെ ക്ഷേത്രം അടയ്ക്കാറുമുണ്ട്. ചൊവ്വ ശനി ദിവസങ്ങളിൽ അത്യാവശ്യം തിരക്ക് കൂടാറുമുണ്ട്. ഇവിടെ പുലർച്ചെ 5 മണിക്ക് മംഗളാരതിയും രാത്രിയിൽ 8:30 ആകുമ്പോൾ സന്ധ്യാ ആരതിയും ഇവിടെ നടക്കുന്നു. ഇവിടെ പ്രത്യേക വസ്ത്രധാരണ ചട്ടം നിലവിലില്ലെങ്കിലും പുരാതനവും പവിത്രമായ ക്ഷേത്രമായതിനാൽ മാന്യമായ ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിക്കുവാൻ വേണ്ടി ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാരാണസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിന്റെ എല്ലാ പ്രധാന ഭാഗങ്ങളിൽ നിന്നും ഇലക്ട്രിക് റിക്ഷകളും ഓട്ടോയും ഒക്കെ ഈ ക്ഷേത്രത്തിലേക്ക് അവൈലബിൾ ആണ്. വാരാണസി വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരികയുണ്ടാവുക. ഈ ക്ഷേത്രത്തിൽ മൊബൈൽ ഫോണുകളും ക്യാമറകളും അനുവദനീയമല്ല. അവ ക്ഷേത്രത്തിന് പുറത്തുള്ള കൗണ്ടറുകളിൽ ഏൽപ്പിക്കേണ്ടി വരും. ക്ഷേത്രത്തിനകത്ത് ധാരാളം കുരങ്ങുകളുണ്ട്. അതിനാൽ ഭക്ഷണ സാധനങ്ങളും മറ്റും കയ്യിൽ കരുതുമ്പോൾ ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഏവർക്കും സാധനാബോധത്തിനൊപ്പം നമുക്ക് സന്ദർശിക്കാം സങ്കടമോചന ഹനുമാൻ ക്ഷേത്രം. നന്ദി.